യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് നയീനിലെ വിധവയുടെ മകനെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ആ അധ്യായം വായിക്കുമ്പോൾ ആ അമ്മയ്ക്ക് ആകെക്കൂടെ ഉണ്ടായിരുന്ന ആശ്രയം ആ മകൻ മാത്രമായിരുന്നു. തൻ്റെ ഭർത്താവിനെ ഇതിനു മുമ്പ് തനിക്ക് നഷ്ടപ്പെട്ടു. വേദനകളിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഈ അമ്മയെ ആശ്വസിപ്പിക്കുവാൻ ഭൂമിയിലെ ആർക്കും വാക്കുകൾ കൊണ്ട് കഴിയില്ല. എന്നാൽ യേശു അവളെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ ഹൃദയത്തിലെ ഭാരത്തെ അറിഞ്ഞ് അവളുടെ ദുഃഖത്തെ മനസ്സിലാക്കി അവളോടൊപ്പം ചേർന്ന് നടന്ന് ആ മകനെ തൊട്ട് സുഖപ്പെടുത്തി ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഭാഗം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹത്തെ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളിൽ പോലും നമ്മോട് ചേർന്ന് നടന്ന് നമ്മുടെ കണ്ണുനീരിനെ തുടച്ചു കളയുവാൻ, നമ്മുടെ നിരാശയെ മാറ്റുവാൻ യേശുവിന് കഴിയും. നാം ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തെ തൊട്ട് സുഖപ്പെടുത്തുവാൻ, നാം എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോഴും അവസാനിച്ചിടത്ത് നിന്ന് പുതിയ ആരംഭം കുറിക്കുവാൻ കരുത്തുള്ള ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടണ്ട. കരയുന്ന ആരെങ്കിലും ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിനെ യേശു കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇരുട്ടുള്ള മുറിയിൽ ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നൊരു വ്യക്തിയായിരിക്കാം താങ്കൾ. എന്നാൽ ആ വേദനയെ അറിഞ്ഞ് നിങ്ങളുടെ അരികിൽ ഇറങ്ങി വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുവാൻ യേശുവിന് കഴിയും. യേശു അത് ചെയ്യും. ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ദൈവപ്രവർത്തികൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളെ ഞാനിവിടെ ചുരുക്കിയാണ്. നിങ്ങൾക്ക് ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു.